മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ മാർക്കറ്റ് സ്ട്രക്ചറും സാധന സേവനങ്ങൾ അതിൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, മനസ്സിലായോ? അതിന് ഓരോന്നിൻ്റെയും വില നമ്മൾ ഏത് രീതിയിൽ കൂടി, അപ്പോൾ എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടാവും, എന്തുമാത്രം സപ്ലൈ ഉണ്ടാവും, അതിൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, എല്ലാം മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ആദ്യത്തെ രണ്ടും ഇച്ചിരി എക്സ്ട്രീംസ് ആണ്. പക്ഷെ കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റാണ്. ഇതിപ്പോൾ ഞാൻ വേറെ പുതിയതായിട്ടുള്ള ഒരു പറഞ്ഞു. ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില 4 ഘടകങ്ങളുണ്ട്. ഇവർക്കെല്ലാം അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം, വേതനം കൊടുക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഒരു തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനത്തെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാൻഡ് ആണെങ്കിൽ അതിന് റെന്റ് കൊടുക്കണം, ക്യാപിറ്റലിന് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇന്ന് ഇതെല്ലാം ഈ 4 ഉൽപാദന ഘടകങ്ങളെല്ലാം സംഘടിപ്പിക്കുന്ന സംഘാടകനെ നമ്മൾ ഇക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് ഓൺട്രപ്രനർ എന്ന് പറയും. ചിലവർ എന്റർപ്രനർ എന്ന് പറയും. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്, അതുകൊണ്ടാണ് ഓൺട്രപ്രനർ എന്ന് പറയുന്നത്. എന്റർപ്രനർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, 100 പോകേണ്ട കുറേ ഉണ്ട് പറയാനായിട്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഫാക്ടർ മാർക്കറ്റ്സ്, ദേ ആർ ദ മാർക്കറ്റ്സ് വെർ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇതൊരു മാർക്കറ്റ് തന്നെയാണ്. പക്ഷെ അവിടെ സെയിൽ നടക്കുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളല്ല, ഇത് ഉൽപാദന ഘടകങ്ങളാണ്. ഏതാണ് പ്രധാനമായിട്ടും 4 ഉൽപാദന ഘടകങ്ങളുള്ളത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്. ഒന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ മീൻസ് മൂലധനം, മൂന്നാമത്തേത്, നാലാമത്തേത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. വേഗം പറയാൻ പോണേണ്. ലാൻഡ്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് ടാൻജിബിൾ ഫാക്ടർ. ലാൻഡ് നമുക്ക് കാണാം, നമുക്ക് അതൊരു ഫിസിക്കൽ അല്ലെങ്കിൽ പറഞ്ഞ ടാൻജിബിൾ പ്രൊഡക്റ്റ് ആണ് പറയുന്നത്. ടാൻജിബിൾ മീൻസ് ഫിസിക്കൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, ടച്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ടാൻജിബിൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോക്ക് കൺസെപ്റ്റാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള എമൗണ്ട് പെട്ടെന്ന് കൂട്ടാനോ കുറക്കാനോ ഒന്നും സാധിക്കില്ല. ഇറ്റ് ഈസ് എ സ്റ്റോക്ക്. ഒരു സമയത്ത് ഇത്ര ലാൻഡ് നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭൂമിയിലുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി അത് നിങ്ങൾ ലാൻഡ് എന്ന് പറയുമ്പോൾ കരഭൂമി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സൺഷൈൻ, എയർ, വാട്ടർ, ഫോറസ്റ്റ്, റിസോഴ്സസ്, വിഭവങ്ങൾ, ഇതെല്ലാം ലാൻഡ് എന്ന് പറഞ്ഞ ഉൾഘടകത്തിൽ പെട്ടതാണ്. അടുത്തതാണ് ലേബർ. ഇതൊരു ഇൻടാഞ്ചിബിൾ ആണ്. ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിലാളി ഈസ് എ ഹ്യൂമൻ ബീയിങ്, അദ്ദേഹത്തിന് ടച്ച് ചെയ്യാം. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന സേവനത്തിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം കൊടുക്കുന്ന സേവനം ലേബർ, തൊഴില്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇൻടാഞ്ചിബിൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എഫർട്ട് യൂസ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ് ഫോർ പ്രൊഡക്ഷൻ പർപ്പസസ്. അപ്പൊ എനി എക്സേർഷൻ ഓഫ് ദ ബോഡി ഓർ മൈൻഡ്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമ്മൾ എന്തെങ്കിലും പ്രയത്നങ്ങൾ ചെയ്യണമെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് എ റെമ്യൂണറേഷൻ, ഒരു പ്രതിഫലത്തിന് വേണ്ടി ശാരീരികമോ മാനസികമായിട്ടോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനത്തെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ സപ്ലൈ ഒരു ഫ്ലോ ആണ്. അത് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. കൂടാനായിട്ടുള്ള കുറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലധനമാണ്. ഒറ്റ ദിവസം കൊണ്ടും മരം വളരുന്ന പോലെ വരില്ല. അത് വരുമാനം കിട്ടുന്നവർ അവരുടെ ഒരു ഭാഗം കൺസ്യൂം ചെയ്യാതെ, ഉപഭോഗം നടത്താതെ മാറ്റിവെക്കുക, സേവ് ചെയ്യുക. കാരണം കുറെ ആളുകളുണ്ട് അവർക്ക് കിട്ടുന്ന വരുമാനം തികയില്ല. ചില ആളുകളുണ്ട് അവർക്ക് വളരെ കൂടുതൽ വരുമാനം കിട്ടും, അല്ലെങ്കിൽ അവർ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പൈസ ബാക്കി മിച്ചം വെക്കും. ഇതിനെപ്പെട്ട സേവിങ്സ് എന്ന് പറയുന്നത്. ഈ സേവിങ്സ് നമ്മളെല്ലാം കൊണ്ട് ചിന്ന ഭിന്നമായിട്ട് സേവിങ്സ് നമ്മൾ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ നേർച്ചിട്ട പോലെ ആർക്ക് കൊടുത്തെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്നിട്ട് ഇവര് എല്ലാം കൂടി ഈ ചിന്ന ഭിന്നമായിട്ടുള്ള സ്മോൾ സേവിങ്സ് ഇതെല്ലാം കൂടി അവർ മൊബിലൈസ് ചെയ്യും. എന്നിട്ട് ബാങ്കുകൾ ആവശ്യക്കാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്? പ്രൊഡക്റ്റീവായിട്ടുള്ള ഉൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ലോൺ കൊടുക്കും. ഉൽപാദനപരമായിട്ടുള്ള ലോൺ കൊടുത്തില്ല എങ്കിൽ പല സ്കാമുകളും
കുംഭകോണങ്ങളും നടന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലോൺ മേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ലോൺ മേടിച്ചുകൊണ്ട് അത് ഡൈവേർട്ട് ചെയ്യും, മറ്റു കാര്യങ്ങൾക്ക് വേറെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം, വിജയ മാല്യ, പിന്നെ മോഡി, പ്രധാനമന്ത്രി മോഡിയല്ല, നീരവ് മോഡി, എന്താണ് അതേപോലത്തെ ഉള്ള ലളിത് മോഡി, ഇതൊക്കെ ഇതുപോലെ തന്നെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഫണ്ടും തിരിമറി നടത്തിക്കൊണ്ട് അന്യ രാജ്യത്ത് പോയി അവർക്ക് അവിടെ പാസ്പോർട്ട് ഉള്ള കാരണം അവരവിടെ സുഖമായിട്ട് താമസിക്കുന്നത്. എന്ത് വേണ്ടിയിട്ടാണ്? പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ലോൺ കൊടുക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പർപ്പസ് വെക്കും, പർപ്പസ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെക്കും, പക്ഷേ പർപ്പസ് അവർ അത് ഫണ്ട് വഴിതിരിച്ച് മാറ്റുകയും ചെയ്യും. ഇനി അത് അടുത്തതാണ് നമ്മൾ പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് മീൻസ് സംഘാടകൻ. ഈ ഉൽപാദന 4 ഘടകങ്ങളും സംഘടിപ്പിക്കുന്നതും കമ്പൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇതും അദ്ദേഹം സേവനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻടാഞ്ചിബിൾ എബിലിറ്റീസ് ഓഫ് എൻ ഓൺട്രപ്രണർ ടു കണ്ടക്ട് ആൻഡ് ഓർഗനൈസ് ദ പ്രൊഡക്ഷൻ ഫോഴ്സസ്. ഇദ്ദേഹം എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപാദന ഘടകങ്ങൾ വേണം. എന്തുമാത്രം വേണം, ഏത് രീതിയിൽ വേണം, ഏത് ക്വാളിറ്റിയിൽ വേണം, മനസ്സിലായോ? ഇത് ഉപയോഗിച്ച് എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, എന്തുമാത്രം സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അത് മാനേജ് ചെയ്യണം. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്നെ ഫങ്ഷനാണ്. ഹൗസ് ഹോൾഡ്സ് ഓൺ ഓർ കൺട്രോൾ. നമുക്കറിയാമല്ലോ ആരാണ് ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ കൈവശമാണ് വിഭവങ്ങളുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പൊ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. സോ ഹൗസ് ഹോൾഡ്സ് ആണ് അവരുടെ കൈവശം. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം എ ലേബറർ, ഐ ആം കോൺട്രിബ്യൂട്ടിങ് ലേബർ ടുവേർഡ്സ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ലേബറിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാനാണ് ലേബറിന്റെ ഉടമസ്ഥൻ. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ അത് വെക്കാം. 100 രൂപ കൂലി പറയുമ്പോൾ ഞാൻ പോവില്ല, 200 രൂപ കൂലി പറയുമ്പോൾ ഞാൻ പോവില്ല. എനിക്ക് 1000 രൂപ കൂലി കിട്ടണം. അപ്പോൾ ഞാൻ ഐ ആം റെഡി ടു സെൽ മൈ സർവീസ്. ഡോണ്ട് സെൽ യുവർ സെൽഫ്. യു ഡോണ്ട് സെൽ യുവർ സെൽഫ്, യു സെൽ യുവർ സർവീസ്. ഉൽപാദന ഘടകങ്ങളല്ല നമ്മൾ വിൽപ്പന നടത്തുന്നത്, പക്ഷെ ഉൽപാദന ഘടകങ്ങൾ ചെയ്യുന്ന സേവനങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൈമാറുന്നത്, ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ട് കൈമാറുകയും ചെയ്യുന്നത്. സോ ഹൗസ് ഹോൾഡ്സ് എന്താണ് അവർക്ക് ചെയ്യുന്നത്? ഇത് അവരുടെ ഉൽപാദന ഘടകങ്ങൾ, അവരുടെ ഉടമസ്ഥരുടെ ഉൽപാദന ഘടകങ്ങൾ അവർ വിൽക്കുമ്പോൾ, പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അവരുടെ സേവനങ്ങൾ കൈമാറുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ദേ ഗെറ്റ് ഇൻകം. ഈ ഇൻകം കൊണ്ടാണ് അവര് ഈ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥര് അല്ലെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും മേടിക്കാൻ കഴിയുന്നത്. അപ്പൊ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥര് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഈ ഉൽപാദന ഘടകങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം ഉപയോഗിച്ചുകൊണ്ട് അവര് വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേടിക്കുകയും ചെയ്യും. വളരെ ക്ലിയർ ആണിത്. എന്താ ഹൗസ് ഹോൾഡ്സ് ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വേറൊരു പേര്. ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവര് ഈ 4 ഉൽപാദന ഘടകങ്ങളും അവർ ആർക്ക് കൊടുക്കും? കമ്പനികൾക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെന്താ ചെയ്യുന്നത്? അവർ ഉൽപ്പാദിപ്പിക്കും. ഓഫ് സേവനങ്ങളും അവര് ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, ഫേംസ് ആൻഡ് പ്രൊഡ്യൂസ്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അവരെന്ത് ചെയ്യും? They will sell it to the households. അപ്പൊ ഹൗസ് ഹോൾഡ്സിന് ഇത് മേടിക്കാനായിട്ടുള്ള പണം കിട്ടുന്നതാണ്. അവരുടെ സേവനങ്ങളുടെ, അവരുടെ ഈ ഉൽപാദന ഘടകങ്ങളുടെ സേവനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും. ഇത് അവർക്ക് ഒരാൾക്കായിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫേമിന് വേണ്ടിയിട്ടോ പല ഫേംസിന് വേണ്ടിയിട്ടോ കമ്പനിക്ക് വേണ്ടിയിട്ടോ അത് അവർ എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് പണം കിട്ടും. പണം കിട്ടുമ്പോൾ ഈ കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് മേടിക്കുകയും ചെയ്യാം. അതാണ് ഈ ഡയഗ്രാമത്തിന്റെ ഉള്ളടക്കം. എന്താ? ഹൗസ് ഹോൾഡ് സപ്ലൈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ്സ്. ഇതിനെ പറഞ്ഞത് സർക്കുലർ. ഇത് 2 സെക്ടർ മോഡലാണ്. ഇനി 3 സെക്ടർ മോഡലുണ്ട്, 4 സെക്ടർ മോഡലുണ്ട്, 5 സെക്ടർ മോഡലുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ സാധിക്കുകയും ചെയ്യും. ഇനി കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫാക്ടർ. ഒരു ഫാക്ടർ നമ്മൾ എന്തിനാണ് മേടിക്കുന്നത്? ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത്? ആദ്യമായിട്ട് പറയുന്നത് ഇത് ഒരു ഉൽപാദന ഘടകത്തിന്റെ
ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ഡിമാൻഡാണ്, നേരിട്ടുള്ള ഡിമാൻഡ് അല്ല. ഒരു സംഘാടകൻ ഒരു തൊഴിലാളി എടുക്കുന്നത്, തൊഴിലാളിയുടെ സേവനം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് ആ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ജനങ്ങൾ മേടിക്കുകയും ചെയ്യും. അപ്പൊ ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തൊഴിലാളിയുടെ സേവനമാണ് നമ്മൾ മേടിക്കുന്നത്, തൊഴിലാളിയെ മേടിക്കുന്നില്ല. അത് കാരണമാണ് ഈ goods and goodsന് അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് വിത്ത് റിഗാർഡ് ടു യൂട്ടിലിറ്റി there is a demand, there is a change. ഇനി എന്തുകൊണ്ടാണ് കൺസ്യൂമേഴ്സ് സാധന സേവനങ്ങൾ മേടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ആ സാധന സേവനങ്ങൾക്ക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തതയുണ്ട്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു സാധനം മേടിക്കുന്നത്, ഞാനൊരു വാഹനം മേടിക്കുന്നതാണ്. മനസ്സിലായി? കാരണം എന്താണ്? ഇറ്റ് ഈസ് ഗിവിംഗ് മീ യൂട്ടിലിറ്റി. എനിക്കത് ഉപയുക്തത തരുന്നു, എനിക്കത് ഉപയോഗിക്കും. പക്ഷേ ഉൽപാദന ഘടകങ്ങൾ മേടിക്കുന്നത് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഉൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉൽപാദന ഘടകങ്ങൾ യഥാർത്ഥത്തിൽ ഓണേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകര് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇത് മേടിക്കുന്നതിന്റെ കാര്യം എന്താണ്? So higher is the demand for goods, higher will be the demand for the various factors of production. അപ്പൊ വിപണിയിൽ സാധന സേവനങ്ങൾക്ക് കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് വെറുതെ ഇല്ലായ്മയിൽ നിന്നൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോ അതനുസരിച്ച് ഈ ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. എക്സ്ക്യൂസ് മീ. So higher the demand, higher would be the demand for the higher the production, higher would be the demand for the factors of production and vice versa. ഇതൊരു പ്യുവർ ഡിമാൻഡ് കർവ്. നിങ്ങൾക്കറിയാം ഡിമാൻഡ്, ദ ലോ ഓഫ് ഡിമാൻഡ്. വില കൂടുമ്പോൾ പിന്നെ സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇത് അതുപോലത്തെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിറൈവ്ഡ് ഡിമാൻഡാണ്. ഉൽപാദന ഘടകങ്ങൾ, വീണ്ടും ഞാൻ പറയുകയാണ്, ഉൽപാദന ഘടകങ്ങൾ നമ്മൾ മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് നമ്മൾക്ക് മറ്റ് ഏതെങ്കിലും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ്. അല്ലാതെ തൊഴിലാളിയല്ല മേടിക്കുന്നത്, ലാൻഡിനല്ല മേടിക്കുന്നത്, ക്യാപിറ്റലിനല്ല മേടിക്കുന്നത്. ഇതെല്ലാം മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ചെളി മേടിക്കും ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ചെളി മേടിക്കും, ചെളിയല്ല ഡിമാൻഡ്. ചെളി മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടികയാണ് മെയ്സൺസ് ആവശ്യപ്പെടുന്നത്. അപ്പൊ ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയും. ഇനി ഇന്റർഡിപെൻഡന്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ? പ്രൊഡക്ഷൻ നമുക്കറിയാം, ഒരു ഉൽപാദന ഘടകം കൊണ്ട് നമുക്ക് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രൊഡക്ഷൻ ഒരു സിംഗിൾ ഫാക്ടർ പ്രൊഡക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ പ്രൊഡക്ഷൻ. അത് കാരണം പ്രൊഡക്ഷനിൽ ഇന്റർ ഡിപ്പെൻഡൻസ് ഉള്ളത് കാരണം ഇന്റർ ഡിപ്പെൻഡൻസ് ഇൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൾസോ. അപ്പോൾ എന്തെങ്കിലും വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉൽപാദന ഘടകം പറ്റില്ല, നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് ഉൽപാദന ഘടകം വേണം. ചിലപ്പോൾ ലാൻഡ് ആണെങ്കിൽ തൊഴിലാളികൾ കൂടുതലായിരിക്കും, മൂലധനം കുറവായിരിക്കും. ഇൻഡസ്ട്രി ആണെങ്കിൽ മൂലധനം കൂടുതലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഇന്റർഡിപെൻഡൻസ്, ഒരു പരസ്പര സഹായം. ടു എസ്റ്റിമേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റീസ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ്. മറക്കരുത്, മാർജിനൽ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഇത് 4 ഉൽപാദന ഘടകങ്ങൾ ഇത് കയറി വരും. മാർജിനൽ productivity concept. Marginal productivity means it is the addition to total product when a factor of production is increased by 1 unit, keeping the other factors of production constant. 10 തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവര് 100 യൂണിറ്റ് എന്ത് വേണ്ടിയിട്ട് 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 11ാമത്തെ ഒരു വന്നപ്പോൾ മറ്റ് ലേബറിന്റെ മാത്രമേ നമ്മൾ കൂട്ടുന്നത്, ക്യാപിറ്റലും ലാൻഡെല്ലാം കോസ്റ്റായിട്ട് വെച്ചിരിക്കുന്ന. ഇപ്പൊ 11ാമത്തെ ലേബറും കൂടി നമ്മൾ ചെയ്തപ്പോൾ 125 അല്ലെങ്കിൽ 115 നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ്? എന്തുകൊണ്ടാണ്
100-ൽ നിന്ന് 125 വർദ്ധിച്ചതിന്റെ കാരണം എന്താണ്? ജസ്റ്റ് ബിക്കോസ് ആൻ അഡീഷൻ ഓഫ് ആൻ അഡീഷണൽ ലേബർ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്. ഇതെല്ലാം ഒരു ടേബിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവും. ഐ റിപ്പീറ്റ് വൺസ് മോർ. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസം വരുമ്പോൾ ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഉള്ളിൽ നിന്ന് നമ്മൾ ഉദാഹരണം 25 ആ 25 യൂണിറ്റ് ആണ്. എന്തുകൊണ്ടാണ്? 10 പേര് ജോലി ചെയ്യുന്നുണ്ടായി, 11ാമത്തെ ഒരാളും കൂടെ എടുത്തപ്പോൾ പ്രൊഡക്ടിവിറ്റി ഗണ്യമായിട്ട് വർദ്ധിച്ചു. ആ 25 യൂണിറ്റ് ആണ് അഡീഷണൽ ആയിട്ട് ഉത്പാദിപ്പിച്ചതാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. വെൻ the price of a product is multiplied with the marginal physical product of a factor of production, we can derive the വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പൊ പ്രൈസിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? when the price of the ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിനെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു ഫാക്ടറിന്റെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു ഫാക്ടറിന്റെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. ഇനി അടുത്തത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഉണ്ട്. Marginal revenue product, it is the additional revenue due to hiring an additional worker. Same thing. അതിന് അടുത്ത ടേബിൾ വരുമ്പോൾ ഇതെല്ലാം വ്യക്തമാക്കി നമുക്ക് തരാം. നോക്കിക്കൊള്ളുക. യൂണിറ്റ്സ് ഓഫ് വർക്കർ ആദ്യം തന്നെ ഒന്നും തന്നെ ഒരാളെ എടുക്കുന്നില്ല, 0. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല, മാർജിനൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല. മാർക്കറ്റ് പ്രൈസ് ഓഫ് ബ്രെഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബ്രെഡ് 10 രൂപയാണ്. ആരും മേടിക്കുന്നില്ല. അത് കാരണം ആരും മേടിക്കുന്നില്ല. അപ്പൊ അത് കാരണം ടോട്ടൽ ഒരു ബ്രെഡ് ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. 10 രൂപ എന്ന് പറയുന്നുള്ളൂ. ആളുകൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചിട്ട് എനിക്ക് ഒരു ബ്രെഡിന് 10 രൂപ തരണം. ഇനി വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. ആദ്യത്തെ 0 വർക്കേഴ്സ് ആയത് കാരണം ഒന്നുമില്ല. ടോട്ടൽ റവന്യൂ പ്രൊഡക്റ്റ് ഒന്നുമില്ല. മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഒന്നുമില്ല. മാർജിനൽ റവന്യൂ ഒന്നുമില്ല. മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഇത് നോക്കിക്കൊള്ളുക, സാവധാനം പറയുള്ളൂ. അതിന്റെ ഓരോന്നിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറയാം. ഒരു തൊഴിലാളികൾ വെക്കാൻ. അടുത്തത് ഇമാജിനറി ആണ്. ആ 20 ഇട്ടേക്കുന്നത് ഞാൻ ഇട്ടേക്കുന്നത് 20. നിങ്ങൾക്ക് വേണമെങ്കിൽ 30, 40, 50 ഇട്ടോ. മനസ്സിലായോ? മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 20 തന്നെ. ആദ്യത്തെ ആള് തരണം. ഓക്കെ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൈസ് ഓഫ് ബ്രെഡ്? 10 രൂപയാണ്. പ്രൈസ് ഈസ് റിമൈനിങ് സെയിം. ഇനി വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണ്? ഓക്കെ, എത്രയാണ്? 20 × 10 മാർജിനൽ പ്രൊഡക്റ്റ് ഇൻറ്റു പ്രൈസ് നമുക്ക് എന്ത് കിട്ടും? 200. 20 × 10 200. അങ്ങനെ പറഞ്ഞത് മാർജിനൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഇൻറ്റു മാർജിനൽ പ്രൊഡക്റ്റ്. 20 × 10 200. 10 × 10 യെസ് 20 × 10 200. അടുത്തത് 30 × 10 300. 35 × 5 എന്താണ്? 35 × 10 350. 38 × 10 380. 39 × 1 390. അപ്പൊ ഒരു ടോട്ടൽ പ്രൊഡക്റ്റിന് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്താണെന്ന് പറഞ്ഞത്? വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. 20 × 10. ഓക്കെ. അടുത്തത് 30 × 10 300. പിന്നെ 35 × 10 350. 38 × 10 380. 39 × 1 ദാറ്റ് ഈസ് 390. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ റവന്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ്? 20 അല്ലേ? 20 × 20 20 ബ്രെഡിനെ 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപ കിട്ടി. 30 ബ്രെഡിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റും കൊണ്ട് കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടണം. മൊത്തം വരുമാനം ഒരെണ്ണം വിൽക്കുമ്പോൾ 20 രൂപ കിട്ടുന്ന 20 എണ്ണം വിൽക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 200 രൂപ കിട്ടും. 30 എണ്ണം വിൽക്കുമ്പോൾ എനിക്ക് 300 രൂപ കിട്ടും. 35 എണ്ണം വിൽക്കുമ്പോൾ എനിക്ക് 350 രൂപ കിട്ടും. പിന്നെ 38 എണ്ണം വിൽക്കുമ്പോൾ എനിക്ക് 380 രൂപ കിട്ടും.
39 വെക്കുമ്പോൾ എനിക്ക് 390 രൂപ കിട്ടുകയും ചെയ്യും. ഓക്കെ, ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് അത് കഴിഞ്ഞു. 20 × 10, 10 × വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് 20 × 10 200, 10 × 10 100, 5 × 10 50, 3 × 10 30, 1 × 10 10. ഇനി അടുത്തത് മാർജിനൽ റവന്യൂ നമുക്ക് കണ്ടുപിടിക്കണം. മാർജിനൽ റവന്യൂ ഈസ് ഓൾസോ റിമൈനിങ് ദ സെയിം കോൺസ്റ്റന്റ്. മാർജിനൽ അഡീഷൻ മാർജിനൽ റവന്യൂ ഈസ് റിമൈനിങ് ദ സെയിം. അത് ഇതുപോലെ തന്നെ 10 10 10 10 10. ഇനി നമുക്ക് വേണ്ടത് മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്? ഇതുപോലെ തന്നെ 20 മാർജിനൽ പ്രൊഡക്റ്റിന് അതിൻ്റെ മാർജിനൽ റവന്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 20 × 10 200, 10 × 10 100, 5 × 10 50, 3 × 10 30, 1 × 10 10. അത് ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ മാർജിനൽ റവന്യൂ ഇതെല്ലാം നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ബുക്കിനകത്ത് ഇതുണ്ട്. ഇത് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവും. ഒരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നോക്കിയേ, മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് ഈസ് ഫോളിങ്. മനസ്സിലാവും? നോക്കിയേ, 200 10 50 30 10. അപ്പം അതെന്താണ്? അപ്പം അത് നമ്മുടെ ഡിമാൻഡ് കർവ് എന്താണ്? മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കർവ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡിമാൻഡ് കർവ്. അതിന് ഡയഗ്രം ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ജസ്റ്റ് ലൈക്ക് എ ഡിമാൻഡ് കർവ്. സോ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ് കർവ് ഓൾസോ ക്യാൻ ബി known as a demand curve for factors of production, which is a downward sloping curve. ഇനി demand for factors of production. ഇനി മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വ്യത്യാസം വരും. മൊണോപ്പൊളി അധികം ആളുകൾ ജോലിക്ക് നിൽക്കില്ല, അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ കൂടുതൽ മേടിക്കില്ല. കാരണം അദ്ദേഹം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നുള്ളു. എന്നാൽ മാത്രമേ എനിക്ക് വില പൊക്കി വെക്കാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അങ്ങനെയല്ല. ദർ ഈസ് നോ വേസ്റ്റേജ്. ധാരാളം സേവനങ്ങളും സാധന സേവനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഉൽപാദന ഘടകങ്ങൾ വേണം. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് സ്ട്രക്ചർ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം. ഇപ്പൊ തന്നെ നമ്മളുടെ ഈ കൊറോണയുടെ ഇത് കഴിഞ്ഞ് ഇൻഫ്ലേഷൻ പല രാജ്യങ്ങളിൽ ഗ്ലോബൽ ആഗോളതലത്തിൽ നാണയപ്പെരുപ്പം വളരെ കൂടുതലാണ്. മനസ്സിലായോ? എൻ്റെ ഓർമ്മയിൽ നിന്നും യഥാർത്ഥത്തിൽ USA, ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, ആ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ RBIയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇൻഫ്ലേഷന്റെ തോത് കൂടിക്കൊണ്ടിരിക്കണേ. ഇന്ത്യയിലും അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കണേ. മനസ്സിലായോ? അപ്പൊ അത് കാരണം ഓരോരുത്തരും അവരുടെ റിപ്പോ റേറ്റ് ഇപ്പൊ 6.50 ആയി ഇന്ത്യയുടെ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് മീൻസ് ബാങ്കുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ കൊടുക്കേണ്ട പലിശയുടെ നിരക്കാണ് ഈ പറയുന്നത് റിപ്പോ റേറ്റ്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്. എന്താണ്? ഏതെങ്കിലും ബാങ്കിലേക്ക് സാധാരണ ജനങ്ങൾ കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റ് ആരും കൂടുതലായിട്ട് ലോൺ എടുക്കാനായിട്ട് വരുന്നില്ലെങ്കിൽ വെറുതെ ഫണ്ട്, ക്യാഷ് ഈസ് എൻ ഐഡിൽ അസെറ്റ്. ഇറ്റ് ഈസ് എ നോൺ ഇൻകം ഏർണിംഗ് അസെറ്റ്. ഇറ്റ് ഈസ് എ ബാരൻ അസെറ്റ്. ബാരൻ മീൻസ് മനസ്സിലായോ? ഒന്നും പിന്നെ ഡെസേർട്ടൊക്കെ ബാരനാണ്. ഒന്നും ഉണ്ടാവില്ല, ഒരു ചെടിയില്ല, ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ക്യാഷ് കൈവശം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? RBIയിൽ വേണമെങ്കിൽ തിരിച്ചുകൊണ്ടേ അവർക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അത് അവർക്ക് അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ പറഞ്ഞത് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും റിവേഴ്സ് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റിനെ കാട്ടി കൂടുതല, കുറവേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ RBIയുടെ ഡിസംബർ മാസത്തെ നമ്മളുടെ മോണിറ്ററി പോളിസിയിൽ ആരാണ് പ്രസിഡന്റ്? ആരാണ് RBIയുടെ ഇതാരാണ്? RBIയുടെ തലവൻ ആരാണ്? ശക്തികാന്ത ദാസ്. അദ്ദേഹം ഇന്നത്തെ മോണിറ്ററി പോളിസിയുടെ റിലീസ് ചെയ്തപ്പോൾ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് കുറവാണ്. അപ്പോൾ ഇനി അടുത്തത്, ഇനി ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ്, ബിസിനസ് സൈക്കിൾസ് അറിയാവുന്ന ആളുകൾക്ക് അടുത്ത സ്റ്റെപ്പാണ്. ഇൻഫ്ലേഷൻ ഇങ്ങനെ പോകൂല, മേഘം വരെ പോകൂല. ഒരു പരിധി എത്തിയതിനു ശേഷം പതുക്കെ താഴ്ത്തേണ്ടി വരും. അപ്പൊ ഇൻഫ്ലേഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പാണ് എന്താണ്? റിസെഷൻ എന്ന് പറയുന്നത്. റിസെഷൻ ഒരു കുന്നു കയറിയാൽ പതുക്കെ താഴ്ത്തോട്ട് വരും. ആ താഴ്ത്തോട്ട് വരുന്ന പാതയാണ് പറഞ്ഞത് റിസെഷനിലേക്ക് വരുന്നത്. അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഉൽപാദന ഘടകങ്ങളുടെ ആവശ്യം. Then the aggregation of MRP curves of all.
ശ്രദ്ധിച്ചോളണം. ഓരോ ഇൻഡിവിജ്വൽ കർവിന്റെ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവുകൾ പിന്നെ സമ്മേഷൻ ചെയ്യുമ്പോൾ, അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രി വൈഡ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഫാക്ടർ എന്ന് പറയുന്നത്. ഓരോ ഉൽപാദന യൂണിറ്റുകളുടെയും എന്താണ് MRP കർവുകൾ ഒന്നിച്ച് കൂട്ടുമ്പോൾ നമുക്ക് അല്ലെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് സമ്മേഷൻ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ MRP കർവ് ഓഫ് എല്ലാ കമ്പനികളുടെയും ഗ്രൂപ്പ് ഓഫ് ഫേംസ് ആണ് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് the MRP curves of all the factors of production. ഇനി സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ശ്രദ്ധിച്ചോളണം കേട്ടോ, ശ്രദ്ധിച്ചോളണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ദ പ്രൈസ് ഓഫ് ലേബർ. ഒന്ന് ദ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഒന്ന് ദ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന് the important determinants of labor supply are the prices of labor. ഒന്ന് തൊഴിലാളിക്ക് ഞാൻ പറഞ്ഞില്ല, ചിലവർ ജോലിക്ക് പോവില്ല, എനിക്ക് കിട്ടുന്ന പൈസ മുതലാകുന്നില്ല. ചിലപ്പോൾ എനിക്ക് ദൂരെ യാത്ര ചെയ്യണം, എനിക്ക് ചിലപ്പോൾ അവിടെ റൂം എടുത്ത് താമസിക്കണം, കിട്ടുന്ന വരുമാനം എനിക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല. therefore they will not. 500 കൊടുക്കാൻ എനിക്ക് പറ്റില്ല, 1000 രൂപ എനിക്ക് പറ്റില്ല, ഐ മസ്റ്റ് ഗെറ്റ് മിനിമം 2000 rupees, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഐ വിൽ നോട്ട് കം. ഇപ്പൊ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മറ്റു ഉൽപാദന ഘടകങ്ങൾ അവരുടെ സേവനം കൊടുക്കണമെങ്കിൽ അവർക്ക് പ്രതീക്ഷിച്ച ഒരു വരുമാനം കിട്ടണം. ഇനി ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട്, സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ മൊത്തം ജനസംഖ്യ എന്തുമാത്രമാണ്, യങ്സ്റ്റേഴ്സ്, നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ദി അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് ആൻ യങ്ങർ ജനറേഷൻ. About 60% of the Indian population are less than 35 years of age. അങ്ങനെ പറഞ്ഞാൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് കുറച്ചാണെങ്കിൽ എല്ലാവരും വയസ്സായി പോകും. അപ്പോ ഇവരെല്ലാം നല്ല രീതിയിൽ കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് പെട്ടെന്ന് കരകയറാൻ സാധിക്കും. ഇല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഉണ്ടാവും, ക്രൈമുകൾ ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, ദാരിദ്ര്യം ഇതുണ്ടാവും. എനിക്ക് കുറെ പിന്നെ വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. Now India is known as the fastest, one of the fastest or second fastest, the fastest developing world ആണ് ഇപ്പൊ ഇന്ത്യ, ഡെവലപ്പിംഗ് വേൾഡ്. അപ്പൊ നോക്കിക്കോളുക അല്ലെ, ഈ ഏജിന്റെ കോമ്പോസിഷൻ. ഈ പ്രായമുള്ള ചില ഡെവലപ്ഡ് രാജ്യങ്ങളിൽ അവിടെ യങ്സ്റ്റേഴ്സ് ഇല്ല, അവിടെ കൂടുതലും പ്രായമുള്ളവരാണ്. പുതിയ തലമുറക്ക് അധികമായിട്ട് കുട്ടികളില്ല. അപ്പൊ സപ്ലൈ ഓഫ് ലേബർ ഇസ് ലെസ്. അപ്പൊ ജെൻഡർ, എന്തുമാത്രം സ്ത്രീകളുണ്ട്, എന്തുമാത്രം പുരുഷന്മാരുണ്ട്, എഡ്യൂക്കേഷൻ ലെവൽ, ഇതൊക്കെയാണ് എല്ലാം. മാനുവൽ വർക്ക് മാത്രമല്ല, ഇന്റലക്ച്വൽ ആയിട്ട് വർക്ക്, മാനസികമായിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യാനും കൂടുതൽ ആൾ വേണം. സ്കിൽഡ് ലേബറേഴ്സ് വേണം. ഫാമിലി സ്ട്രക്ചർ, ഒരു കുട്ടിയാണെങ്കിൽ അവർ പറയും വെളിയിലൊന്നും പോകണ്ട, അടുത്തുള്ള വീട്ടിന്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും പോയി ഒരു ചെറിയ ജോലി മേടിച്ചിട്ട് മതി, എനിക്ക് തന്നെ എപ്പോഴും കാണണം അല്ലെ. ഫാമിലി സ്ട്രക്ചർ ഇതൊക്കെ ആശ്രയിച്ചിരിക്കും സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നോക്കിക്കൊള്ളുക, ലാൻഡിന് കൊടുക്കുന്ന പ്രതിഫലമാണ് റെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ലാൻഡിന് കൊടുക്കുന്ന പ്രതിഫലമാണ് റെന്റ്. അല്ലാതെ നമ്മള് കെട്ടിടത്തിന്റെ പിന്നെ ഇത് വാടക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ഇതെല്ലാം ഇതിനകത്ത് പെടും. അപ്പൊ ലാൻഡിന്റെ പ്രതിഫലമാണ് റെന്റ്, ക്യാപിറ്റലിന്റെ പ്രതിഫലമാണ് ഇൻട്രസ്റ്റ്, ലേബറിന്റെ പ്രതിഫലമാണ് വേജസ്. അതുപോലെ തന്നെ നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്താണ്, ലോങ് റൺ. അതിനകത്ത് നാലാമത്തെ ഒരാളുടെ അല്ലേ ഓൺട്രപ്രനർ. ഇയാൾക്ക് എല്ലാവർക്കും അപ്പൊ ലാൻഡിന്റെ സപ്ലൈ ഫിക്സഡ് ആണ്. ഇത് പെട്ടെന്ന് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ക്യാപിറ്റൽ നോക്കിയാൽ ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് സപ്ലൈ കയറുമ്പോൾ മുകളിലേക്കാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ പൈസ കടം കൊടുക്കാനായിട്ട് ബാങ്കുകൾ കടം കൊടുക്കാൻ വില്ലിങ് ആയിരിക്കും. അതുപോലെ തന്നെ ലാൻഡ് വേജസ്, ലേബറിന്റെ മാർക്കറ്റിൽ ഒരു പ്രത്യേകത നോക്കിയാൽ മനസ്സിലായോ, കൂടുതൽ വേജസ് കിട്ടുന്നതോറും അവർ കൂടുതൽ സപ്ലൈ ചെയ്യാൻ തയ്യാറായിരിക്കും. ഇനി ക്വാണ്ടിറ്റി ഓഫ് ലേബറിന് രണ്ടാമത്തെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ. ഒരു ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? എന്താണത്? ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ്. ഇനീഷ്യൽ സ്റ്റേജിൽ ശ്രദ്ധിച്ചോട്ടെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനീഷ്യൽ സ്റ്റേജിൽ ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്യും. ചിലവര് രാവിലെ ജോലിക്ക് പോയി 5 മണിക്ക് ജോലി നിർത്തിയിട്ട് വേറെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു ജോലിക്കും, ഓഫീസിലൊക്കെ ചിലവർ ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ പോകും പണ്ട്. കാരണം എന്താണ്,
they find it very difficult to make their both ends meet. അത് കുടുംബത്തോടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലൊരു പ്രൊമോഷനൊക്കെ കിട്ടി, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി വീട്ടിലെ മൂത്ത കുട്ടികളൊക്കെ പറയും, അച്ഛൻ ഇനി അധികം ജോലിക്കൊന്നും പോകണ്ട, ഇച്ചിരി നേരം ജോലിക്ക് പോയിച്ച അല്ലെങ്കിൽ പോകാതിരിക്കുക. യു ടേക്ക് സം ലിഷർ. അപ്പൊ കൂടുതൽ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പീപ്പിൾ വിൽ പ്രിഫർ ലിഷർ ടു വർക്ക്. കുറച്ച് സമയം വർക്ക് ചെയ്യും, കൂടുതൽ സമയം അവർ ലീഷർലി ആക്ടിവിറ്റിയിൽ ചെലവാക്കും. വിദേശത്തൊക്കെയുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ട് നിന്നതിന് ശേഷം ദേ മേ ഹാവ് കം ബാക്ക്. അവരിപ്പോഴും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ അനിയാണ്, പക്ഷെ മതി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് മതി, എനിക്കിനി റിലാക്സ് ചെയ്യണം. ലിഷർലി ആക്ടിവിറ്റീസിൽ എനിക്ക്, അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇനി ലാൻഡിനും ക്യാപിറ്റലിനും ലേബറിനും കിട്ടുന്ന പ്രതിഫലം എപ്പോഴും പോസിറ്റീവാണ്. നേരെ മറിച്ച് തൊഴിലാളിയുടെ എല്ലാം സംഘടിപ്പിക്കുന്ന ആളുടെ ഓൺട്രപ്രനർ, ഈ ആൾക്ക് ചിലപ്പോൾ പോസിറ്റീവ് ആകും, ചിലപ്പോൾ നെഗറ്റീവ്. ഈ 3 ഉൽപാദന ഘടകങ്ങൾക്കും അവരുടെ ഉൽപാദന ഘടകങ്ങളുടെ സേവനത്തിന് പ്രതിഫലം കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ലാഭമായിട്ട് എടുക്കാൻ ചെയ്യും. അത് ചിലപ്പോൾ നഷ്ടത്തിൽ പോയാൽ നെഗറ്റീവ് ആവും, പോസിറ്റീവ് പോയാൽ ലാഭത്തിലാകുകയും ചെയ്യും. The interaction of demand curves of the factors of production and supply. The curves of factors determine the. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വസ്തുവിന്റെ സേവനത്തിന്റെയും പ്രൈസ് കണ്ടുപിടിക്കുന്ന പോലെ the interaction of the market forces, മറക്കരുത്, the market forces of demand and supply. ഇതാണ് ഒരു ഫാക്ടർ പ്രൈസിന്റെ പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, the interaction. Then factor pricing by marginal productivity theory. നിങ്ങൾക്കറിയാം, ഞാൻ പറയാനില്ല, അത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയാണ് പ്രധാനമായിട്ട്. കാരണം ഒരു സംഘാടകൻ ഒരു യൂണിറ്റ് ഏതെങ്കിലും ഉൽപാദന ഘടകം അഡീഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ ആദ്യം നോക്കുന്നത് അതിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ്. മനസ്സിലായോ? ആ ലാസ്റ്റ് ഒരു സംഘാടകൻ ഒരു പ്രസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു വിൽക്കുന്നത് ലെറ്റസ് 100 രൂപക്കാണ് എന്ന് വിചാരിക്കുക. ഇനി ഒരാളെയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഉൽപ്പാദിപ്പിച്ച് 100-ൽ നിന്ന് അല്ലെങ്കിൽ 100 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ മൊത്തം ഉൽപ്പാദനത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസവും ഈ ഒരാളെ എടുത്തത് കൊണ്ടുണ്ടായ ഉൽപ്പാദനത്തിനുണ്ടായ വ്യത്യാസവും തമ്മിൽ അതിന്റെ മാർജിനൽ റവന്യൂ, അദ്ദേഹത്തിന് തൊഴിലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം എനിക്ക് വരുമാനം കിട്ടും. പക്ഷെ അദ്ദേഹം തൊഴിലെടുക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് സഹായം കൊണ്ട് ഞാൻ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുവോ ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിന്റെ വില ഇയാൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടും കുറവാണെങ്കിൽ ഞാൻ അഡീഷണൽ ആയിട്ട് ആളെടുത്തിട്ട് കാര്യമില്ല. കാരണം ഓരോ യൂണിറ്റ് ഇയാളെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കണം, അയാൾക്ക് 100 രൂപ കൊടുക്കണം, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് എനിക്ക് 80 രൂപ കിട്ടുന്നുണ്ട്. സോ ഓരോ യൂണിറ്റിന് എനിക്ക് 20 രൂപയാണ്. അതുകൊണ്ടാണ് ഫാക്ടർ പ്രൈസിംഗ് ബൈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണം വേണ്ടെന്ന് നോക്കുന്നത് ആ വ്യക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയും അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രതിഫലം കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില കുറവുമാണെങ്കിൽ യാതൊരു കാരണത്തിനും അവിടെ ചാരിറ്റിയും ഇൻസെന്റീവ് ഒന്നുമില്ല. മനസ്സിലായ? പ്രൊഡക്ഷൻ ആണ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പൊ we have to understand the marginal productivity theory and income distribution. The theory says that returns to a factors are determined by the marginal product of that factor. Then demand for various factors of productions are derived from the revenues that each factor yields in its marginal product. അപ്പൊ ഞാൻ ഒരു തൊഴിലാളി എടുക്കണോ, 1 ഏക്കർ സ്ഥലവും കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് എടുക്കണോ, ആ ഏക്കർ സ്ഥലത്ത് നിന്ന് ഞാൻ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലെന്തോരമാണ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ആ 1 ഏക്കർ വാടകയ്ക്ക് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഞാൻ പിന്നെ അത് കൂടുതലായിട്ട് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അത് കാരണം they would choose factor combination according to their marginal products. The rent, നമുക്കറിയാം ലാൻഡ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതിന്റെ സപ്ലൈ ഫിക്സ്ഡ് ആണ്, and therefore increases in the demand for land, rent അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും. Then wages നമുക്കറിയാം ലേബറിന്റെ പ്രൈസസ് ആണ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സിൽ വേജസ് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇറ്റ് വുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. OW is the wage rate and the demand and supplyയും തുല്യത എത്തുന്നത് F വെച്ചാണ്. അപ്പോൾ OW വേജ് എത്തുമ്പോൾ F ഉള്ള ആളുകൾ
എഫ് എന്ന പോയിന്റില, ആ പോയിന്റിലാണ് ഡിമാൻഡ് ഫോറും സപ്ലൈ ഓഫും ലേബർ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ സപ്ലൈ അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം പോയിന്റിൽ വ്യത്യാസം വന്നെങ്കിൽ അതനുസരിച്ച് പ്രതിഫലത്തിന് വ്യത്യാസം വരുത്തുകയും വേണം. ഇനി ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന്റെ പ്രതിഫലമാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അച്ഛാ ദ കോസ്റ്റ് ഓഫ് യൂസിങ് ക്യാപിറ്റൽ സർവീസസ് അതിനെ പറഞ്ഞത് റെന്റൽ റേറ്റ് ഫോർ ക്യാപിറ്റൽ ആൻഡ് ദ റിട്ടേൺസ്, ക്യാപിറ്റലിന് കിട്ടുന്ന റിട്ടേൺസിനാണ് നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ റെന്റൽ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ക്യാപിറ്റൽ. അപ്പൊ റെന്റൽ, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ഫോർഗോൺ. എന്റെ കയ്യിൽ ഞാൻ പൈസയും വെച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ എന്താണ്, ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 10% വെച്ച് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അത് ഞാൻ ബാങ്കിൽ കൊണ്ട് ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ബെസ്റ്റ്, എന്റെ കയ്യിലിരിക്കുന്ന പണം, ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എനിക്ക് ബാങ്കിൽ കൊണ്ട് ഇടുന്നതാണ്. അത് ഫോർഗോ ചെയ്യണേന്ന് അതിനെ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ capital assets in the prices, that will be higher when the anticipated rental income is also higher. Both of these rise the present value of the future rental streams of capital. The difference between nominal rate of interest and the rate of inflation is known as the real interest rate. Bank ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടെങ്കിൽ 8% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 6% ഇൻട്രസ്റ്റ് വരും. പക്ഷെ ഇൻഫ്ലേഷന് തോത് 7% ആണെങ്കിൽ ഓരോ മാസവും നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നമുക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് തരുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് തരുന്നത് 6. ഇപ്പോഴത്തെ നാണയപ്പെരുപ്പത്തിന് തോത് 7% ആണെങ്കിൽ നമുക്ക് ഓരോ മാസവും നമുക്ക് 1% നമ്മളുടെ മൂല്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി തിയറീസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ, ലാർജ് നമ്പർ ഓഫ് തിയറീസ് ഉണ്ട്. എന്തൊക്കെയാണ് തിയറീസ് ഓഫ് ഇൻട്രസ്റ്റ്? They explain the phenomena of different variables. ഒന്ന് ലോണബിൾ ഫണ്ട്സ് തിയറി, പേടിക്കുന്ന വേണ്ട. ലോണബിൾ ഫണ്ട്സ് മീൻസ് ബാങ്കുകൾ കൊടുക്കാൻ, കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടിന്റെ വേറൊരു പേരാണ് ലോണബിൾ ഫണ്ട്. അയ്യോ ഞാനിത് കേട്ടിട്ടില്ല, അത് വേണ്ട. ലോണബിൾ ഫണ്ട്സ് മീൻസ് ദ ഫണ്ട്സ് ദാറ്റ് ഈസ് അവൈലബിൾ വിത്ത് ദ ബാങ്ക് ഫോർ ദോസ് ഹു കം ഫോർ ലോൺ ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ്. അപ്പൊ എന്താണ് ഇത്? ഇതുപോലെ തന്നെ ഡിമാൻഡും സപ്ലൈനെ ആശ്രയിച്ചിട്ടുണ്ടാണ്. It assumes that at any moment of time there will be some people who would spend less. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആളുകൾ വരുമാനത്തിൽ നിന്ന് 1000 രൂപ വരുമാനം കിട്ടുന്നത് ഇപ്പൊ ഇല്ല, കാരണം ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്. അപ്പൊ കുറച്ചവർ സേവ് ചെയ്ത് നോക്കും, ഇതുകൊണ്ട് അവർ മിച്ചം വെച്ചിട്ട് ബാങ്കിൽ കൊണ്ടിടും. ദെൻ കംസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോ ബാങ്കുകൾ ഇത് ആവശ്യക്കാർക്ക് പ്രൊഡക്റ്റീവ് പേർപ്പസിന് കൊടുക്കുമ്പോൾ നിക്ഷേപമായി. അപ്പൊ സേവ് 3 സ്റ്റെപ്പുകളുണ്ട്. മൂലധന രൂപീകരണത്തിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് മൊബിലൈസ്, ഒന്ന് സേവ് ചെയ്യുക, മിച്ചം വെക്കുക. രണ്ടാമത് ശേഖരിക്കുക, മൊബിലൈസ് ചെയ്യുക. ആരാണ് മൊബിലൈസ് ചെയ്യുന്നത്? ബാങ്ക്. ആരാണ് ലോൺ കൊടുക്കുന്നത്? ബാങ്കുകൾ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ലോണബിൾ ഫണ്ട്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ OY ആക്സിസിൽ നമ്മൾ ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യും. ദെൻ ഡിമാൻഡ് ഫോർ ഫണ്ട്സ് റൈസ് ഓൺ 3 occasions. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ക്യാപിറ്റൽ ആവശ്യപ്പെടുന്നത്? ഒന്നിന് നിക്ഷേപത്തിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, കൺസംഷന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഡിമാൻഡിന് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉപഭോഗത്തിന് വേണ്ടിയിട്ട്. ചിലവരുടെ വരുമാനം തികയുന്നില്ല, അപ്പൊ അവർ കടം മേടിക്കും. ബാങ്കിൽ നിന്ന് ചിലപ്പോൾ പ്ലഡ്ജ് ചെയ്യും, ലോണോ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി കൊണ്ട് പ്ലഡ്ജ് ചെയ്യും അവർ ആവശ്യം കാണാനായിട്ട്. ഇപ്പൊ 3 they are likely to be the 3 combinations. സോ സപ്ലൈ, ആരാണ് ഫണ്ട് സേവ് ചെയ്യുന്നത്? ഒന്ന് ആരൊക്കെയാണ് പിന്നെ ഫണ്ട് സപ്ലൈ ചെയ്യുന്നത്? ആരൊക്കെയാണ്? നെറ്റ് സേവിങ്ങിലും കൊണ്ട് ഞാൻ പറഞ്ഞ സേവിങ്സ്. ഡി ഹോർഡിങ് നേരത്തെ പൂർത്തി വെച്ച് കഴിഞ്ഞാൽ പൈസ എടുത്തുകൊണ്ട് ഞാൻ വെളിയിൽ കൊണ്ടുവരും. പോസ്റ്റ് പിന്നെ ഡി ഹോർഡിങ്. അതിന് മൂന്നാമത്തേത് രാജ്യത്തിന് ആവശ്യമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പണം RBI കൊണ്ട് പ്രിന്റ് ചെയ്യും. ഇനി അടുത്തതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ട ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി മീൻസ് ക്യാഷ്. ക്യാഷ് ലിക്വിഡിറ്റി മീൻസ്, ലിക്വിഡ് മീൻസ് എന്തെങ്കിലും ദ്രാവകമാണ്, വെള്ളമാണ്. ഏത് പാത്രത്തിലാണ് ഇടുന്നത് അതിന് ഷേപ്പിന് ആ വെള്ളത്തിന് കിട്ടും. അത് പറഞ്ഞ ലിക്വിഡിറ്റി എന്നാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ആളുകൾ പൈസ കീപ്പ് ചെയ്യുന്നത്? 3 കാര്യത്തിന് വേണ്ടിയിട്ട്. ഒന്ന് ട്രാൻസാക്ഷൻ, രണ്ടാമത് പ്രിക്കോഷൻ, മൂന്നാമത് സ്പെക്കുലേഷൻ. ഒന്ന് ട്രാൻസാക്ഷൻ മീൻസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്. ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം വരുമാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കൽ വരുമാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ വരുമാനം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നിത്യോപയോഗ ചെലവുകൾക്ക് നമുക്ക് കുറച്ച് പൈസ നീക്കി വെക്കണം. Then precaution, future is uncertain, anything can happen.
അപ്പൊ ഭാവിയിൽ അനിശ്ചിതമാണ്. അപ്പൊ നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കണം. പിന്നെ സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം, നിക്ഷേപം ഇതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനു വേണ്ടിയിട്ടാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ടൈം പ്രിഫറൻസ്, കൺസ്യൂമർ, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യും ഇപ്പോഴത്തെ കൺസംപ്ഷൻ ആണോ ഭാവി കൺസംപ്ഷൻ ആണോ നല്ലത്. ഇന്ന് ഞാൻ മനസ്സിലായോ, വളരെ ടൈറ്റായിട്ട് ഞാൻ എനിക്ക് കിട്ടുന്ന മാസത്തിന്റെ വരുമാനം കൊണ്ട് ഞാൻ നിസ്സാരമായിട്ട് ചെലവാക്കി ബാക്കി ഞാൻ സേവ് ചെയ്യണേ. ഇതിനു വേണ്ടിയാണ് എനിക്ക് ഇച്ചിരി പ്രായമാകുമ്പോൾ ലാവിഷായിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ലോക രാജ്യങ്ങളൊക്കെ പോയി കാണാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വീടൊക്കെ വെച്ച് കൊടുക്കാം, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ചിലവർ എന്താണ് പ്രധാനം, ഇപ്പോഴത്തെ ആവശ്യമാണോ പിന്നെ ഭാവിയിൽ ആവശ്യമാണോ, ഇതവർ കമ്പയർ ചെയ്യും. എന്നിട്ട് ചിലവർ ഇപ്പോഴത്തെ ആവശ്യം അടിച്ചു പൊളിച്ച് ജീവിക്കും, നാളെ ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും കൈനീട്ടും. മറ്റൊരങ്ങനെയല്ല, വളരെ കോഷ്യസ് ആയിട്ട് കിട്ടുന്ന വരുമാനം കുറച്ച് മാറ്റി വെച്ചിട്ട് ഭാവിയിൽ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്യും. ഇനി പ്രോഫിറ്റ്സ്, ഓൺട്രപ്രനറിന് കിട്ടുന്ന ഒരു വിഹിതമാണ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ കാരണം എന്താണ്, ഇഫ് അതർ പിന്നെ ഉൽപാദനം നടക്കണമെങ്കിൽ മറ്റ് 3 ഉൽപാദന ഘടകങ്ങളും നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരണം. പ്രോഫിറ്റ് ലാർജർ ആണെങ്കിൽ ടു അതർ സിമിലർലി പ്ലേസ്ഡ് ഫാം ഇറ്റ് മസ്റ്റ് ബി മോർ എഫിഷ്യൻറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ കമ്പനി നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബെറ്റർ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പുതിയ രാജ്യങ്ങളിൽ നിന്ന് വിഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ ഈസ് വെരി ലക്കി. കാരണം ഒപ്പക്ക് രാജ്യങ്ങളിൽ ഇപ്പൊ ഇന്ത്യ അധികം ആശ്രയിക്കുന്നില്ല. 80% ഓയിൽ ഇന്ത്യക്ക് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി വെച്ച സ്ഥലത്ത് ഇപ്പൊ റഷ്യ ദേ ആർ വില്ലിങ്, ഏത് പ്രൈസ് താഴ്ത്തി വരും അവർ കൊടുക്കാനായിട്ട് വില്ലിങ് ആണ്. ഇന്ത്യ മയത്തിന്, മനസ്സിലായോ, രണ്ടുപേരും ചേരിയിൽ കൂടുന്ന യുദ്ധം മോശമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയും യുദ്ധം മോശമാണെന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ വോട്ടിംഗ് ഒക്കെ വരുമ്പോൾ മിണ്ടാതിരിക്കും, സൈലന്റ് ആയിട്ട് ഇരിക്കും, കിട്ടുന്നത് പോരട്ടെ എന്ന് പറഞ്ഞിട്ട്. Therefore now we are lucky. ഇപ്പൊ $80 ഇപ്പൊ നമ്മളുടെ ഇത് $160 വരെ പോയതാണ് ഓയില്, ഇപ്പൊ $80 കാരണം സോ വി ക്യാൻ. ഇനി ഒരു ഓൺട്രപ്രനറെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. 2, റിസ്ക് ബെയറിംഗ്. ഓക്കെ, ഓർഗനൈസേഷൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതൊക്കെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് മാനേജ്മെന്റ്. MBA പഠിച്ചവർക്കൊക്കെ ദേ ആർ ബിസിനസ് മാനേജ്മെന്റ് ആണ്. ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് പഠിച്ച പിന്നെ സ്റ്റുഡൻസ് ആണ് MBA, ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ബിസിനസ് ലൈനിലൊക്കെ പോകുന്നവർ MBAക്ക് പോകും. കാരണം എന്താണ്, ഹൗ ടു മാനേജ് എ ബിസിനസ്. ദേ ആർ ടോട്ട് ഡിഫറെന്റ് ടെക്നിക്സ്. അടുത്തത് റിസ്ക് ബെയറിംഗ്. 2 തരത്തിൽ റിസ്ക് ഉണ്ട്. ഒന്ന് ഇൻഷുർ ചെയ്യാൻ പറ്റാവുന്ന റിസ്ക് ഉണ്ട്, അതിനെക്കുറിച്ച് ഓൺട്രപ്രനർ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ്. അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ പ്രൊഡക്ഷൻ നടത്തും. വേൾഡ് കപ്പ് ഖത്തറിൽ നടക്കണേണ്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയി, ഞാൻ ചോദിച്ചപ്പോ എവിടെയാണ്, ഐ ആം ഇൻ ഖത്തർ സർ. കാര്യം എന്താണ്, അവിടെ 4 വർഷത്തിന് മുമ്പ് ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കണേ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതേപോലത്തെ ഉള്ള ഒരു കോവിഡോ കൊറോണ പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളും പൊട്ടിപ്പുറപ്പെട്ട് എന്തെങ്കിലും ഈ 4 വർഷം അവർ ചെലവാക്കിയ ആ പൈസ കംപ്ലീറ്റ് വെള്ളത്തിലായി പോകും. അവർക്കത് റിട്ടേൺ കിട്ടൂല. ഇപ്പൊ അവിടെ കണ്ട ഓഡിയൻസ് കണ്ട ഹോട്ടൽ, പിന്നെ ടൂറിസ്റ്റ് ഹോട്ടൽ, റിസപ്ഷൻ, ഇതെല്ലാം ഭയങ്കര ഹെക്ടിക് ആക്ടിവിറ്റീസ് ആണ്. ദേ ആർ മിൻറ്റിങ് മണി. എന്തെങ്കിലും കാരണവശാൽ അത് പോസ്റ്റ്പോൺ ചെയ്ത് പോയിരുന്ന വെച്ചെങ്കില, യുദ്ധം കുറച്ചും കൂടി രൂക്ഷമായിട്ട് അതങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തിരുന്ന വെച്ചെങ്കില ആര് സഹിക്കും? അപ്പൊ ദീസ് ആർ ഓൾ അൺഇൻഷുറബിൾ റിസ്ക് ആണ്. അതൊക്കെ ആ റിസ്ക് ബെയർ ചെയ്യുന്നത് കാരണമാണ് ഇവർക്ക് പ്രോഫിറ്റ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് ഉണ്ട്. അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്, ഡെപ്രീസിയേഷനും ഉണ്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഒക്കെ ഇനി പറഞ്ഞു തന്നാൽ സമയം പോണേ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മീൻസ് ഒരു സംഘാടകനെ പുറത്ത് നിന്ന് മേടിക്കേണ്ട റിസോഴ്സസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ. അങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് പിന്നെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തേത് ഡെപ്രീസിയേഷൻ. ഏതെങ്കിലും ഒരു മെഷീനറി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തേയ്മാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർ കിഴിക്കും. അപ്പൊ ഈ 2 കിഴിച്ചതിന് ശേഷം ബാക്കി കിട്ടുന്നതാണ് നമ്മൾ പറയുന്നത് അവിടെ പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഓൺട്രപ്രനറിന്റെ റിവാർഡ്. നേരെ മറിച്ച് ഇക്കോണമിസ്റ്റ് പറഞ്ഞ അങ്ങനെയല്ല. എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഡെപ്രീസിയേഷനും മാത്രമല്ല, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്? സ്വന്തമായിട്ട് എടുക്കുന്ന തൊഴിൽ, സ്വന്തമായിട്ട് ഇടുന്ന ക്യാപിറ്റൽ, സ്വന്തമായിട്ട് മാനേജ് ചെയ്യുന്നതിന്റെ കഴിവ്, സ്വന്തമായിട്ടുള്ള ലാൻഡ്, ഇതിനെല്ലാം
ഒരു ഓണ്ടർപ്രനറിന് സ്വന്തമായിട്ട് കിട്ടേണ്ട വരുമാനത്തെ നമ്മൾ പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പൊ ഇക്കോണമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് പ്രോഫിറ്റ്സുകാർ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഡെപ്രീസിയേഷൻ മാത്രമേ കൂട്ടുന്നുള്ളൂ. പക്ഷെ ഇവര് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും ഡെപ്രീസിയേഷൻ കൂടെ കൂടുന്നത് കാരണം അക്കൗണ്ടിങ് ഇക്കോണമിസ്റ്റിന്റെ അഭിപ്രായത്തിലുള്ള പ്രോഫിറ്റ് എപ്പോഴും കുറവായിരിക്കും. മറ്റേ ഈ അക്കൗണ്ടന്റ് കാണുന്ന ലാഭത്തിനെക്കാട്ടി കുറവായിരിക്കും. ഇനി തിയറീസ് ഓഫ് പ്രോഫിറ്റ്സ് ഉണ്ട്, സെവറൽ തിയറീസ് ഉണ്ട്. പ്രോഫിറ്റ്സ് ആർ റിവാർഡ് ഫോർ ഇന്നോവേഷൻ. എന്താണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്? കണ്ടുപിടിക്കലും നടപ്പിലാക്കലും. ഇൻവെൻഷൻ കണ്ടുപിടുത്തം, ഇത് നടപ്പിലാക്കുന്നതിന് പറഞ്ഞത്. അപ്പൊ ഇൻവെൻഷൻ ഏതെല്ലാം ഇന്നോവേഷൻ ഏതെല്ലാം രീതിയിലുണ്ട്? ഏതൊക്കെയാണ്? പുതിയ പ്രൊഡക്റ്റ് ആകാം, പുതിയ മെത്തഡോളജി ആകാം, പുതിയ റോ മെറ്റീരിയൽസ് ആകാം, പുതിയ രാജ്യത്തിന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ആകാം, ഡിസ്കവറി ഓഫ് ന്യൂ മാർക്കറ്റ്സ്, പുതിയതായിട്ട് ഒരു വിപണി കണ്ടെത്തുന്നത്, ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ്. ഇന്നോവേഷൻ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. ഇന്നോവേഷൻ മൈറ്റ് ബി ഇൻ ദ ഫോം ഓഫ് ന്യൂ ടെക്നിക്സ് ആൻഡ് ഇൻവേർഡ് റീച്ചിങ് മാർക്കറ്റ്സ്. ഇതെല്ലാം കഴിഞ്ഞു. അൺസർട്ടനിറ്റി ആൻഡ് പ്രോഫിറ്റ്. കാരണം എന്താണ്? ഫ്രാങ്ക് നൈറ്റ് അദ്ദേഹം പറഞ്ഞത് ഈ ഓണ്ടർപ്രനറിന് കൊടുക്കേണ്ട ലാഭം എന്ന് പറഞ്ഞാൽ, കിട്ടേണ്ട ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഞാൻ പറഞ്ഞല്ലോ, ഖത്തറിന്റെ ഉദാഹരണം പറഞ്ഞു. ഇത്ര റിസ്ക് എടുക്കണേ മനസ്സിലായി. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കി അത് ഫെയിലായി പോണെങ്കിൽ വിപണിയിലെ കൺസ്യൂമേഴ്സ് ഞാൻ പറഞ്ഞേ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതെല്ലാം മാർക്കറ്റ് അഡ്വർടൈസ്മെന്റ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇതെല്ലാം നല്ലോണം ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇഷ്ടംപോലെ കമ്പനിക്കാർ പൂട്ടിപ്പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഭീമമായിട്ട് നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഭാവി അനിശ്ചിതമാണ്, അൺസർട്ടൺ ആണ്. അപ്പൊ അൺസർട്ടനിറ്റി ബെയർ ചെയ്യുന്ന കാരണമാണ് ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടത്? ഓണ്ടർപ്രനറിന് പിന്നെ ലാഭം കൊടുക്കേണ്ടത്. The entrepreneur bears uncertainty or risk in the sense of having to protect the factors of production against the fluctuations in their income. ജനങ്ങളുടെ കൈവശം ഇതില്ല, റിസഷൻ വരികയാണ്. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. വരുമാനമില്ല. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എങ്ങനെ മേടിക്കും? ഇത് കൂടാതെ വേറെ കാര്യമുണ്ട്, ടൈം ലാഗ് ഉണ്ട്. ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വിപണിയിൽ എത്തുള്ളൂ. അന്നു ഉൽപ്പാദിപ്പിക്കുന്ന ദോശയും തട്ടുകടയൊന്നും അല്ല ഇത്. ഇന്നിപ്പോ തന്നെ ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ കൊടുക്കാൻ ടൈം ലാഗ് ഉണ്ട്. അപ്പൊ ചേഞ്ചസിന്റെ ഇതിൻ്റെ അകത്ത് ടെക്നോളജി മാറും. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസ് ഒക്കെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങനെ കൂട്ടി ഗോഡൌണിൽ വെച്ചിട്ടൊന്നുമില്ല. ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും അതിന്റെ ടെക്നോളജിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ഫ്ലക്ച്വേഷൻസ് ഇൻകത്തിലും ഉണ്ടാകും, അതേപോലെ തന്നെ ഫ്ലക്ച്വേഷൻസ് ഇൻ ടെക്നോളജിയിലും ഉണ്ടാകും. The income of entrepreneurs consists of ഒന്ന് പിന്നെ ഓണ്ടർപ്രനേഴ്സിന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ആ മാനേജ് ചെയ്യുന്ന അവർക്ക് സാലറി ഇങ്ങനത്തെ കാര്യങ്ങളും കിട്ടണം. ഇത് കൂടാതെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി കിട്ടുന്നതാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലാഭം പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും. മറ്റു ഉൽപാദന ഘടകം 3 ഉൽപാദന ഘടകത്തിന്റെയും എപ്പോഴും പോസിറ്റീവ് ആകാനേ പറ്റുള്ളൂ. പക്ഷേ ലാഭം വേണമെങ്കിൽ ഇതെല്ലാം മീറ്റ് ചെയ്തതിനു ശേഷം, സ്വന്തം ശമ്പളം ഇതെല്ലാം എടുത്തതിന് ശേഷം ബാക്കി ടാറ്റാക്കും അതേപോലെ തന്നെ അംബാനിക്കൊക്കെ കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന വരുമാനം കോടികളാണ്. അവരുടെ റെമ്യൂണറേഷൻ, അവർക്ക് ഡെയിലി അവരുടെ മാസത്തിലെ റെമ്യൂണറേഷൻ കോടികളാണ്. അത് ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഉൽപാദന ഘടകങ്ങളുടെ ഇതെല്ലാം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. Then uncertainty leads to fluctuations in both cost and revenue. Then profits and market structure. In perfect competition prevailed. If imperfect prevailed, every producer will use some technology, will have perfect knowledge. അതിനകത്തൊന്നും ലാഭത്തിന്റെ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം. നമ്മളല്ലേ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്. ഇങ്ങനത്തെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അവയർനെസ് ഉണ്ട്, കൺസ്യൂമേഴ്സിന് അവയർനെസ് ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് നോളജ് ഉണ്ട്, സെയിം ടെക്നോളജിയാണ്. അതുപോലെ തന്നെ കോസ്റ്റും മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് വ്യക്തമായിട്ട് വിവരമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ കോസ്റ്റ് മിനിമൈസേഷൻ വളരെ വളരെ കുറവാണ്. They sell at an ongoing price. Perfect competition, ഓരോ ഫേമും പ്രൈസ് ടേക്കേഴ്സ് ആണ്. നിലവിലുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ എന്ത് മാത്രം വേണമെങ്കിലും വിറ്റഴിക്കാം. വിലമേട്ട് പണിയാൻ പറ്റില്ല, വില നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. വില ഞാൻ നിശ്ചയിക്കും, നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ ആ വിലയ്ക്ക് നിങ്ങൾ എന്തോരം വേണമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് കൊടുത്തോ. അപ്പൊ എല്ലാം കോസ്റ്റ് ആൻഡ് റവന്യൂ, കിട്ടുന്ന വരുമാനം, ചെലവ്, ഇതെല്ലാം ഓൾമോസ്റ്റ് സർട്ടൺ ആണ്. പക്ഷെ മാർക്കറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിലോ firms can determine quantities and price.
ഇംപെർഫെക്റ്റ് മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫാംസിന് എന്തുമാത്രം ഉത്പാദിപ്പിക്കണം അതിന്റെ വിലയെല്ലാം അവർക്ക് നിശ്ചയിക്കാൻ അവർക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഫാംസ് മേ ഡിവൈസ് സം ഇന്നോവേഷൻ ആൻഡ് കീപ് ഇറ്റ് സീക്രട്ട് ഫ്രം അതേഴ്സ്. അതിനെപ്പോലെ ട്രേഡ് സീക്രട്ട്. ഇപ്പൊ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് അല്ലെ, പല പല സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അപ്പൊ വിപണിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവര് സോപ്പിന് ഏകദേശം വിലയിൽ ഞാൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, നിസ്സാര വില വ്യത്യാസം, മണത്തിലോ ടേസ്റ്റിലോ കളറിലൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് നിസ്സാര വില വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരുപോലെ ആയിരിക്കില്ല. നല്ല ടെക്നോളജിയും നല്ല സാങ്കേതിക വിദ്യയും നല്ല അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ആളുകളും പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറി ഒക്കെ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്കൊക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. സാധാരണ ടൂത്ത് പേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് 20 രൂപയാണ്. ഒരു 100 ഗ്രാമിന്റെ ടൂത്ത് പേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് 20 രൂപയാണ് വിചാരിക്കുക. മനസ്സിലായോ? അത് കൊണ്ടുവന്ന് വിപണിയിലേക്ക് ഒരാൾക്ക് 21 ആയിരിക്കും, ഒരാൾക്ക് 19 ആയിരിക്കും, ഒരാൾക്ക് 22 ആയിരിക്കും, ഒരാൾക്ക് 23 ആയിരിക്കും. പക്ഷെ അതിൻ്റെ ആയിട്ട് വ്യത്യാസം ഉണ്ടാവും. സോപ്പ് കയ്യിലെടുക്കുമ്പോൾ തന്നെ മുല്ലപ്പൂവിന്റെ മണം, അത് തുറന്നു നോക്കും മണമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും സ്പ്രേ ഒക്കെ അടിച്ച് കൊണ്ടുവരും, സൈസിലെ വ്യത്യാസത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ 20 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എല്ലാവരും ചിലപ്പോൾ 20 രൂപയിലേക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 20 രൂപ ആയിരിക്കില്ല. ചിലവർ ചിലപ്പോൾ 5 രൂപയ്ക്ക് ചിലപ്പോൾ ഉൽപ്പാദിക്കും. വൈ? അവരുടെ ടെക്നോളജി കൂടുതലായി നല്ലതായിരിക്കും. അവർക്ക് കുറെ ട്രേഡ് സീക്രട്ട് ഉണ്ട്. They will not share it with others. They will always keep it as a trade secret. പുതിയ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അവരെ ഉപയോഗിച്ച പഴയ സാങ്കേതിക വിദ്യ മറ്റാർക്കെങ്കിലും അവരെ വിറ്റ് കൈമാറും. പുതിയ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ പഴയ സാങ്കേതിക വിദ്യകൾ അവർ വിറ്റ് കൈമാറും. അപ്പൊ അവർക്ക് വേറെ രണ്ടെണ്ണം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടാവും. So long as the secret is maintained, the concerned firm continues to earn more than others. അപ്പോൾ ചിലപ്പോൾ ഒരാള് 5 രൂപയ്ക്ക് വിൽക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5 രൂപയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ഇതെല്ലാം കൂടി 8 രൂപ വെച്ചോ. അപ്പൊ 20 രൂപയ്ക്ക് വിപണിയിൽ വിൽക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിന് ചിലപ്പോ 12 രൂപ ലാഭം കിട്ടും. നേരെ മറിച്ച് പഴയ മെഷീനും പഴയ തുരുമ്പ് പിടിച്ച മെഷീനും കൂടുതലും ഹാൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സോപ്പൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒരു 15 രൂപ അവർക്ക് ചെലവായിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭം വെറും 5 രൂപ ഉണ്ടാവും. പക്ഷെ കൂടുതൽ ലാഭം കിട്ടുന്ന അവർ വിളംബരം ചെയ്യില്ല. They will always keep it as a trade secret. ഇതെന്ത് ചെയ്യും? ആ കിട്ടുന്ന 12 ലാഭത്തിൽ നിന്ന് ഒരു 2 രൂപയും കൂടി അവർ കൂടുതലായിട്ട് അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യും. ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യും. കാരണം എന്താണ്? എവറി 5 minutes യു ഗെറ്റ് എത്രയാണ്? 1 മിനിറ്റ് 1.5 മിനിറ്റ് നമ്മൾക്ക് എന്ത് കിട്ടും? ഇതിന് അഡ്വർടൈസ്മെന്റിന് സമയം കിട്ടും. ഒരിക്കലും ലാസ്റ്റ് ബോൾ പോകും, അടിക്കണ മാത്രമേ കാണുള്ളൂ, എവിടെ പോയിന്ന് അറിയാൻ പറ്റില്ല, പിന്നീട് കാണിക്കുള്ളത്. ആദ്യത്തെ ബോൾ ചെയ്യുമ്പോൾ മാത്രമേ കാണുള്ളൂ. അത്രയും സമയം അഡ്വർടൈസ്മെന്റ്. അതുകൊണ്ടാണ് ക്രിക്കറ്റ് ഹാസ് ബിക്കം നെക്സ്റ്റ് ടു റിലീജിയൻ. മതത്തിന് മനസ്സിലായോ? മതം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഇപ്പൊ ക്രിക്കറ്റിനെയാണ്. കാരണം ഇത് കൊച്ചുകുട്ടികൾ ജനിക്കുമ്പോൾ തൊട്ട് ഇത് കണ്ടുപിടിക്കുന്നത് TV ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ചാനലിലും ക്രിക്കറ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടാവുന്നതും വരുമാനം കിട്ടാവുന്നതും എന്താണ്? വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഓർഗനൈസേഷൻ BCCI. ദാറ്റ് ഈസ് വൈ ദ പ്ലേയേഴ്സ് ആർ വെരി വെൽ റിവാർഡഡ്. അടുത്തത്, വെൻ കോമ്പറ്റീഷൻ ഈസ് പെർഫെക്റ്റ്, പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു മാർജിനൽ റവന്യൂ. അത് വലിയ വ്യത്യാസമില്ല. മാർജിനൽ റവന്യൂ എത്തുന്നവരെയും ആ പ്രൈസിനോടുകൂടി മാർജിനൽ റവന്യൂ എത്തുന്നവരെയും ഈ സംഘാടകർ ഇങ്ങനെ ഉൽപാദനം നടത്തിക്കൊണ്ടിരിക്കും. ദ മോമെന്റ് മാർജിനൽ റവന്യൂ കുറവും പ്രൈസ് കൂടുതലുമാണെങ്കിൽ ഓൺട്രപ്രനർ പിന്നെ പുതിയൊരാളെ അല്ലെങ്കിൽ പുതിയൊരു ഉൽപാദന ഘടകം അഡീഷണൽ ആയിട്ട് കീപ്പ് ചെയ്യില്ല. പ്രൈസസ് ടെൻഡ് ടു ഡീവിയേറ്റ് ഫ്രം മാർജിനൽ റവന്യൂ only when competition is no longer perfect. അപ്പൊ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പുതിയ ടെക്നോളജിയോ ട്രേഡ് സീക്രട്ടോ അല്ലെങ്കിൽ പുതിയ മെഷീനറിയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസസ് അവർക്ക് വ്യത്യാസം വരുത്താം. They will deviate from the marginal revenue only when competition is no longer perfect. The role of factor pricing. Factor prices in pricing decision of the firm. Several factors play a role in the decision making of the firm regarding products. Several factors. ഒരു കാര്യമല്ല, ലാഭമല്ല. ചിലവരുണ്ട് മാർക്കറ്റ്
പിന്നെ ഇത് കൂടുതലായിട്ട് വിപണി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ചിലർ കുറച്ച് ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട്, നിസ്സാരമായിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട്. മുരികപ്പ ഗ്രൂപ്പ് ഉണ്ട്, അവരൊരു കമ്പനി ഏറ്റെടുത്തപ്പോൾ അവിടെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ലിക്കർ പ്രൊഡക്ഷനാണ്. ഇവർ ഏറ്റെടുക്കുന്നതിന് ആദ്യം തന്നെ ലിക്കർ പ്രൊഡക്ഷൻ അവർ നിർത്തിക്കളഞ്ഞു. അല്ല, അതിൽ നിന്ന് ലാഭം വേണ്ട. എല്ലാവരും വിചാരിക്കില്ല അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ദ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെയാണ് റോൾ ചെയ്യുന്നത്? ഒന്ന് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം. ലാഭത്തിലൂടെ ലാഭമാണോ അല്ലെങ്കിൽ സേവനമാണോ അല്ലെങ്കിൽ മറ്റെന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് പിന്നെ വിഡ്ത്താണോ അവർ ഉദ്ദേശിക്കുന്നത്, അതാണ് അതിന്റെ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Then the quantity of output to be produced depends upon the objectives of the firm. ഇനി എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, അത് ഇതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ആ ഓരോ കമ്പനിയുടെയും വ്യത്യാസം. കാരണം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഞാനിത് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എല്ലാം ഗിവൺ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഓരോ കമ്പനിക്കാർക്കും അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, പ്രൈസിനെ കുറിച്ചും അതേപോലെ തന്നെ എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, അവരുടെ ഒബ്ജക്റ്റീവ്സ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റ് കൂടുതലായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പൈസ കുറച്ച് കൊടുത്താൽ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ഫ്രീ ബീസ് കൊടുക്കും, ചിലപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കും, ചിലർക്ക് ചിലപ്പോൾ ഒന്നുമില്ലാതെ ചിലപ്പോൾ സാമ്പിളായിട്ട് കൊടുക്കും. ഇതെല്ലാം ചെയ്യും. ഇത് കൂടാതെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ദേ ആർ ഡിമാൻഡ്, കോമ്പറ്റീഷൻ, സപ്ലൈ. എന്തോരം ആൾ വെറുതെ ഉൽപ്പാദിപ്പിച്ചു പോരാ, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കണം. അപ്പൊ എന്തുമാത്രം കൺസ്യൂമേഴ്സ് ഉണ്ട് അത് നോക്കണം, എന്തുമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ കയറിയ ഐ ആം ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് ടാറ്റ, ഐ ആം ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് അദാനി, ഐ ആം ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് നമ്മളുടെ റിലയൻസ് ഗ്രൂപ്പ്. ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരുടെ റൂട്ടൊക്കെ ഇനി വലിച്ചെടുക്കാൻ പറ്റൂല. അവർ വേരൊക്കെ അതിനകത്ത് ഞാൻ അവരുടെ ചെറിയൊരു പ്രൊഡക്റ്റായിട്ട് എത്തുമ്പോൾ ഹൗ ഫാർ I will be able to withstand the competition. Then എന്തുമാത്രം വേറെ എത്ര സപ്ലയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഇക്കണോമിക് കണ്ടീഷൻസ്, പ്രോസ്പെരിറ്റി ആണോ, വളരെ റിസഷൻ ആണോ, അതേപോലെ തന്നെ നമ്മളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടോ, വരുമാനം ജനങ്ങളുടെ കൂടുതലുണ്ടോ, ഇതെല്ലാം ഇതിനകത്ത് വെക്കും. So due to government regulations, there is a rise in the minimum wage rates of construction workers. Let us suppose ഇനി ഒരു സ്ഥലത്ത് ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ട് ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് കൂടുതലായിട്ട് വേജസ് കൊടുക്കണേ. അപ്പൊ വേജസ് എസെൻഷ്യൽ പാർട്ടായത് കാരണം പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി വിൽ റൈസ് ആൻഡ് ദ മിനിമം വേജ് റേറ്റ് ലീഡ്സ് ടു എ റൈസ്. അപ്പൊ കൂടുതൽ വേജസ് കൊടുക്കുന്നത് കാരണം മിനിമം വേജ് റേറ്റ് ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ട് 500 അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തെന്ന് വെച്ചാൽ അവർക്ക് ഇനി 1200 വെച്ച് കൊടുക്കും. അപ്പൊ 200 രൂപ ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് ആ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്, അതനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 200 വെച്ച് കൂടി. അപ്പോ സംഘാടകന് രണ്ട് മാർഗങ്ങളുണ്ട്. എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങാട് വഹിക്കുക, 200 രൂപ വഹിച്ചാൽ അയാൾക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. എല്ലാറ്റി പോലത്തെ സ്ഥാപനങ്ങൾക്ക് 200 രൂപ കൂടുതലാണെങ്കിൽ അവർക്ക് വലിയ നഷ്ടമൊന്നും സഹിക്കൂല. പിന്നെ പറ്റൂല, അത് അവർ സഹിക്കും. രണ്ടാമത് അങ്ങനെയുണ്ട്, തൊഴിലാളികളുടെ എണ്ണം കുറക്കും. തലക്ക് ജോഡി ചുമന്നെന്ന് വെച്ചാൽ കുറെ ആളുകൾ അങ്ങോട്ട് കുറച്ചിട്ട് ഒരു ട്രോളി മേടിക്കും, 1-2 ട്രോളി മേടിക്കും. അപ്പൊ തൊഴിലാളിക്ക് കൊടുക്കേണ്ട കാര്യം അവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഇട്ടിട്ട് തൊഴിലാളികളുടെ എണ്ണം കുറക്കും. മനസ്സിലായോ? അങ്ങനെ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ഓൾട്ടർ ദ പ്രൈസിംഗ് ഡിസിഷൻസ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ഡിസിഷൻസ് ഓഫ് ദ ഫേംസ്. അപ്പൊ പ്രൈസിംഗ് ഡിസിഷൻസിന് വ്യത്യാസം വരുത്താം, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസിഷൻസിന് വ്യത്യാസം വരുത്താം. സോ ഇത് ഞാൻ കുറച്ചുകൂടെ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എടുക്കുമ്പോൾ ഇനി 2 മൊഡ്യൂൾ എടുക്കണം. 12 മൊഡ്യൂളുണ്ട്, 8 ക്ലാസ്സാണ് ഉള്ളത്. മനസ്സിലായോ? ഇനി അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ 2 മൊഡ്യൂളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അധികം ഡയഗ്രാം ഒന്നുമില്ല, കാര്യങ്ങളും പറഞ്ഞു പോകുന്ന കാരണമാണ് നിങ്ങൾക്കിത് ഇനി വീട്ടിൽ ചെന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വായിച്ചാൽ അത്ര സൗകര്യം. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. ഇന്ന് കുറച്ച് സ്പീഡിൽ എടുത്തിട്ടുണ്ട്. കാര്യം ഇതാണ്, വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി. താങ്ക് യു വെരി മച്ച്. ഞാൻ വല്ലപ്പോഴാണ് നിങ്ങൾക്ക് താങ്ക് യു പറയുന്നത്, കാരണം പലപ്പോഴും തീരാറില്ല, മൊഡ്യൂൾ തീരാറില്ല. ഇത് തീർന്നു. ഗോഡ്സ് ഗ്രേസ്. താങ്ക് യു വെരി മച്ച്.